വീഡിയോ റെക്കോർഡിംഗ് ആണ്. പൈസ വാങ്ങിക്കുന്നു, 2K 3K ഒക്കെ വാങ്ങിക്കുന്നു. റെയിൽവേയിൽ അങ്ങനെ ഒരു റൂൾ ഉണ്ടോ? മോശമായിട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ടാണ് അവർ നമ്മളോട് പെരുമാറിയിട്ടുണ്ടായിരുന്നത്. എത്ര പൈസ വേണമെങ്കിലും ഞങ്ങൾ തരാം, എത്ര പൈസ വേണമെങ്കിലും തരാം, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവാ, അല്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങിക്കോളാം. എനിക്ക് 2-3 മാസങ്ങൾക്ക് മുമ്പേ ഉണ്ടായിട്ടുള്ള ഒരു ഇൻസിഡന്റും അത് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് ഈ ഒരു കൈൻഡ് ഓഫ് ഇഷ്യൂസ് കുറച്ചധികം ചർച്ച ചെയ്യുന്നത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്കുള്ള ഒരു എക്സ്പീരിയൻസും കൂടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും കൂടിയിട്ട് ചെങ്ങന്നൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക് 12659 ഗുരുദേവ് SF എക്സ്പ്രസ്സിന് 3 സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഞങ്ങൾ ചെങ്ങന്നൂരിൽ നിന്ന് ട്രെയിനിൽ കയറിയ സമയത്ത് തന്നെ സ്ലീപ്പറിൽ നല്ല തിരക്കായിരുന്നു. ഒരു സ്ലീപ്പർ നമ്മുടെ ട്രെയിൻ കണ്ടു കഴിഞ്ഞാൽ ഒരു സ്ലീപ്പർ ക്ലാസ് പോലെ ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ജനറൽ പോലെ ഉണ്ടായിരുന്നത്. ഒരു സ്റ്റേഷൻ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ TT വന്നു ടിക്കറ്റ് ചെക്ക് ചെയ്തപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇതെന്താ ഇത്രക്കാരെ ആൾക്കാരെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, കാരണം കുറച്ചധികം തിരക്കുണ്ട് എന്നുള്ള രീതിക്ക് പറഞ്ഞു. അപ്പം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. ഇപ്പൊ എന്റെ സീറ്റിലായാലും ഒരു ചേട്ടൻ ഇരിക്കുന്നുണ്ടായിരുന്നു, വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു സ്റ്റേഷൻ കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും കൂടുതൽ ആൾക്കാർ കയറി വരാൻ തുടങ്ങി. അപ്പൊ ഞങ്ങൾ TTRനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, ഇവിടെ കുറെ ആൾക്കാരുണ്ട്, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്കൊന്നും ഒരു വാഷ്റൂമിന്റെ ഇല്ലെങ്കിൽ ആ ഒരു ഏരിയയിലേക്ക് നടക്കാൻ പോലും നമുക്ക് പറ്റുന്നുണ്ടായില്ല. ഭയങ്കര റഷായിരുന്നു. ഒരു സീറ്റിൽ തന്നെ 4-5 ആൾക്കാർ ഷെയർ ചെയ്തിരിക്കുന്ന അത് അപ്പർ ബർത്ത് ആയാലും ശരി ലോവർ ബർത്ത് ആയാലും ശരി അത്രയധികം കൺജസ്റ്റഡ് ആയിരുന്നു ആ ട്രെയിനിൽ ആ കമ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നത്. നമ്മുടെ ഒരു കമ്പാർട്ട്മെന്റിൽ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് 3-4 ടിക്കറ്റ് ചെക്കേഴ്സിനെ കാണുന്നത്. TTR ഉണ്ടാകുന്നത് ഓക്കെ, പക്ഷെ അതിനപ്പുറത്തേക്ക് കുറെ ടിക്കറ്റ് ചെക്കേഴ്സ് വരുന്നു, ഇവർ വരുന്നു ടിക്കറ്റ് ചെക്ക് ചെയ്യുന്നു. ഇവൻ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് തന്നെ ഈ TTR വരുന്നു. ഈ ഇവരുടെ ആക്ച്വലി അന്യ സംസ്ഥാനത്ത് ജോലി ചെയ്യുന്ന കുറച്ചധികം ചേട്ടന്മാരായിരുന്നു. അപ്പൊ അവരുടെ നിന്ന് പൈസ വാങ്ങിക്കുന്നു, 2K 3K ഒക്കെ വാങ്ങിക്കുന്നു. അവരിങ്ങനെ സ്ലിപ്പ്, യൂഷ്വലി നമ്മൾ ട്രെയിനിൽ ജനറൽ സ്ലീപ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സ്ലിപ്പ് എഴുതി കൈ തരും. അങ്ങനത്തെ ഒരു പരിപാടിയില്ല. അവർ ആക്ച്വലി ആ സ്ലിപ്പ് യൂസ് ചെയ്യുന്നും കൂടി ഇല്ല. ഞങ്ങൾ അവസാനം പറഞ്ഞു ഞങ്ങൾക്ക് സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ പുറകെ ഇരിക്കുന്ന ഒരു ചേട്ടൻ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുക, അതും ട്രെയിനിൽ ഇരുന്നുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ പ്രശ്നമാക്കി. അപ്പോൾ അവർ പറഞ്ഞു ആക്ച്വലി ഈ ട്രെയിനിന്റെ സിറ്റുവേഷൻ ഇതാണ്. അപ്പൊ നമ്മൾ ഈ സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റ് എടുത്ത് പോകുന്ന നമ്മളെന്താ മണ്ടന്മാരും. കാരണം എന്താ വെച്ചാൽ പുള്ളിക്കാരൻ പറഞ്ഞാൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങളോട് പറ്റത്തില്ല, കാരണം TTRന്റെ ജോലി അതാണ്. കേരളത്തിൽ ഞാൻ ആക്ച്വലി ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ആദ്യമായിട്ടാണ് കാണുന്നത്. നോർത്തിലൊക്കെ ഉണ്ട്. നോർത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറലും സ്ലീപ്പർ ക്ലാസ്സും ഒക്കെ ഓൾമോസ്റ്റ് സെയിം സിറ്റുവേഷനിലാണ് പോകുന്നത്. ഇവൻ അവിടെ വരുന്ന TTRക്ക് സ്ലിപ്പും കാര്യങ്ങളൊന്നുമില്ല. ഒരു 200 രൂപ കൊടുത്താൽ പോലും അവർ നമുക്ക് സീറ്റും തരും, ഇവൻ അതിൽ ഇരുന്നോന്നും പറയും. ചിലവര് ചെക്ക് ചെയ്യാൻ കൂടെ വരാറില്ല. പക്ഷെ കേരളത്തിൽ അത്യാവശ്യം സ്ട്രിക്റ്റ് ആയിരുന്നു. കേരളത്തിലെ ട്രെയിൻ ഇത്ര മോശമായിട്ട് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടുണ്ടായില്ല. സോ അങ്ങനെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഇവിടെ റെയിൽവേ പോലീസ് ഉണ്ട്, അങ്ങനെ സേഫ്റ്റി ഇഷ്യൂസും കാര്യങ്ങളും ഒന്നുമില്ല. ആക്ച്വലി വളരെ കാര്യമായിട്ടുണ്ട്. കാരണം നമ്മളിപ്പം ഞാൻ ഒറ്റയ്ക്കാണ് ആ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിന് ഒട്ടും പറ്റത്തില്ല. കാരണം അത്രയധികം ആൾക്കാരാണ്. എനിക്കിപ്പം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരാളെ വിളിച്ചാൽ പോലും കേൾക്കത്തില്ല, അല്ലെങ്കിൽ നമുക്കൊന്ന് പുറത്തേക്ക് പോലും ഒന്നും ആക്സസിബിൾ അല്ല, നമുക്കൊന്ന് സ്റ്റേഷൻ എത്തി ഇറങ്ങാൻ പോലും പറ്റത്തില്ല. അത്രയധികം ബുദ്ധിമുട്ട്. അവസാനം അവർ പറഞ്ഞു റെയിൽവേ പോലീസിനെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞു. അവർ റെയിൽവേ പോലീസിനെ വിളിക്കുന്നതിന് വരും കുറച്ചധികം ടിക്കറ്റ് ചെക്കേഴ്സിനെ വിളിച്ച് കൊണ്ടുവന്നു. അതിനുശേഷം അവിടെ ഫുൾ ഇവർ നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്യണം, ഈ ട്രെയിനിന്റെ അവസ്ഥ ഇതാണ്, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങിക്കോളാം, നിങ്ങൾക്ക് വേറെ ഒന്നും ഇവിടെ ചെയ്യാനില്ല, ഞങ്ങളുടെ മാക്സിമം ആണിത് എന്ന് പറഞ്ഞു. അവസാനം ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതിന് മുന്നേ തന്നെ നമ്മൾ ആക്ച്വലി റെയിൽ മതത്തിൽ വിളിച്ച് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ സമയത്ത് അവർ ഞങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് എത്ര പൈസ വേണമെങ്കിലും ഞങ്ങൾ തരാം, എത്ര പൈസ വേണമെങ്കിലും തരാം, നിങ്ങൾ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം, റിപ്പോർട്ട് ചെയ്യരുതെന്നാണ് TTR പറഞ്ഞത്. നമ്മൾ റെയിൽ മതത്തിൽ കംപ്ലൈന്റ് ചെയ്തു, എന്നിട്ടും അവരുടെ സൈഡിൽ നിന്ന് ഒരു തരത്തിലുള്ള റെസ്പോൺസും അവർ തന്നെ അത് ക്ലോസ് ചെയ്തു. അവർ പറഞ്ഞു അവർ TTRന്റെ അടുത്ത് ചെക്ക് ചെയ്തു, ഞങ്ങൾക്കൊരു ഇഷ്യൂ ഇല്ലാന്ന് TTR പറഞ്ഞു. അങ്ങനെ അവർ ക്ലോസ് ചെയ്തു എന്ന്. അതിനുശേഷം ടിക്കറ്റ് ചെക്കേഴ്സ് ആണെങ്കിൽ ഭയങ്കര മോശമായിട്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുക ചെയ്ത ലിറ്ററലി. കാരണം അവർ ഞങ്ങളുടെ അടുത്ത് പറയുന്നത് നിങ്ങൾ അഡ്രസ്സ് അയക്കുക, നിങ്ങൾ എന്ത് ചെയ്യാനാ ഞങ്ങൾക്കൊരു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളെ വീട്ടിൽ വന്ന് കാണാം. ഭയങ്കര മോശമായിട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ടാണ് അവർ നമ്മളോട് പെരുമാറിയിട്ടുണ്ടായിരുന്നത്. അന്ന് നമുക്കുണ്ടായിരുന്ന ആ ഒരു ഇൻസിഡന്റിന്റെ പ്രൂഫ് അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതെങ്ങനെ പൈസ തിരിച്ചു തരാൻ പറ്റുക? റെയിൽവേയിൽ ഇങ്ങനെ റൂൾ ഉണ്ടോ?
ചേട്ടാ അല്ല ഒറ്റ സെക്കൻഡ് ഈ ചേട്ടൻ അല്ല ഈ ചേട്ടൻ പൈസ തിരിച്ചു തരാന്ന് റെയിൽവേയിൽ അങ്ങനെ റൂൾ ഉണ്ടോ? റെയിൽവേയിൽ അങ്ങനെ ഒരു റൂൾ ഉണ്ടോ? അല്ല റെയിൽവേ റൂൾ ഉണ്ടോ? ആ വീഡിയോ റെക്കോർഡിംഗ് ആണ് റെയിൽവേയിൽ അങ്ങനെ റൂൾ ഉണ്ടോ? ഇല്ല ചേട്ടൻ കേട്ടല്ലേ, എല്ലാരും കേട്ടാണ്. റെയിൽവേയിൽ അങ്ങനെ റൂൾ ഉണ്ടോ? ചേട്ടന്റെ കയ്യിൽ നിന്നല്ലേ പൈസ തരുന്നത്? ഒറ്റ സെക്കൻഡ് ചേട്ടന്റെ കയ്യിൽ. ആ ശരി ഞങ്ങള് പൈസ ചോദിച്ചു. ഞങ്ങള് പൈസ ചോദിച്ചു. അതെങ്ങനെയാ ഒരിക്കലും പറ്റില്ല ചേട്ടാ. അതെങ്ങനെയാണ് ഇതിനൊരു തീരുമാനം എടുക്കും. ഇവിടെ ഒന്നില്ലെങ്കിൽ സ്ലീപ്പറിൽ യാത്ര ചെയ്യുന്ന ഒരു ടിക്കറ്റ് എടുത്തവർ മാത്രം യാത്ര ചെയ്യണം. சரி இப்ப எல்லாம் க்ளீன் பண்ணுமா வெயிட்